Hello guys, welcome back to Peak Time Learners. KTU MCA second സെമ്മിൽ വരുന്ന അഡ്വാൻസ്ഡ് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അതിന്റെ ഫിഫ്ത്ത് മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 3 മോഡ്യൂൾസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് ഡേറ്റാബേസ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് സ്റ്റോറേജ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ സ്റ്റോറേജ്. ഈ മോഡ്യൂളിൽ ഫസ്റ്റ് വരുന്നത് തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയ ഡേറ്റാബേസ് എല്ലാം ഒരു സിസ്റ്റത്തിലായിരുന്നു. ഒരു സിസ്റ്റം മാത്രം ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൽ മാത്രമായിരിക്കും നമ്മൾ അതിൻ്റെ ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അത് ഒരു സിസ്റ്റത്തിൽ മാത്രം ലിമിറ്റഡ് അല്ല. ഈ ഡേറ്റാബേസ് ഒരു നെറ്റ്വർക്കിൽ സ്പ്രെഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നെറ്റ്വർക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഡിവൈസസ് നെറ്റ്വർക്കിലൂടെ കണക്റ്റ് ആയിരിക്കും. മോർ ദൻ വൺ ഡിവൈസ് നെറ്റ്വർക്കിലൂടെ കണക്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡേറ്റാബേസ് നമ്മൾ ഒരു സിസ്റ്റത്തിൽ മാത്രം വെക്കാതെ ഈ എല്ലാ സിസ്റ്റത്തിലും ഈ ഒരു നെറ്റ്വർക്ക് ഫുള്ള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ ഒരു ഡേറ്റാബേസ് ആണെങ്കിൽ അത് ഈ എല്ലാത്തിലും ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. നമ്മൾ എല്ലാത്തിലും സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കും. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ്. ആൻഡ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് ഓരോ സൈറ്റിലായിരിക്കും. ഇതിൽ ഈ സൈറ്റ് എന്ന് പറയുന്നത് ഓരോ നെറ്റ്വർക്കാണ്. നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസസിനെയാണ് നമ്മൾ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് എന്ന് പറയുന്നത് വേരിയസ് സൈറ്റ്സിലായിരിക്കും. ആൻഡ് അത് ഫിസിക്കലി കോമ്പോണൻസ് ഒന്നും ഷെയർ ചെയ്യത്തില്ല. ബിക്കോസ് ഇപ്പോൾ ഇതിനെ ഒരു സൈറ്റായിട്ട് കൺസിഡർ ചെയ്യാം. ഇതൊരു ഡിവൈസ് ആണെങ്കിൽ ഇതൊരു സൈറ്റ് ആണ്. അതേപോലെ ഇതൊരു സൈറ്റ് ആണ്, ഇതൊരു സൈറ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സൈറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് സൈറ്റ്സിലാണ് നമ്മളുടെ ഡേറ്റാബേസിനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ കോമ്പോണൻസ് ഒന്നും ഈ ഡിവൈസസ് ഷെയർ ചെയ്യത്തില്ല. ആൻഡ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റാസിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചാലും യൂസേഴ്സ് ഡേറ്റാസിനെ ആക്സസ് ചെയ്യുമ്പോൾ അവർക്കത് സിംഗിൾ ഡേറ്റാബേസ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. ഇനി ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ തന്നെ 2 ടൈപ്സ് ആണുള്ളത്, ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ്. അപ്പോൾ ഈ ഹോമോജീനിയസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടിലും തന്നെ ഡേറ്റാസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. ബട്ട് ഈ ഹോമോജീനിയസിൽ എല്ലാ സൈറ്റിലുള്ള ഇത് മാനേജ് ചെയ്യുന്ന ഡേറ്റാബേസ് മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് എല്ലാം സിമിലർ ആയിരിക്കും. ഓൾ സൈറ്റ്സ് ഹാവ് ഐഡന്റിക്കൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അപ്പോൾ ഒരു സിസ്റ്റത്തിന് വേറെ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡേറ്റാസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ ഒക്കെ അറിയാൻ പറ്റും. ബിക്കോസ് എല്ലാത്തിലും നമ്മൾ സെയിം സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് ഹെറ്ററോജീനിയസ് സിസ്റ്റം ആണെങ്കിൽ അതിൽ നമ്മൾ ഡിഫറെൻറ്റ് സിസ്റ്റത്തിൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്കീമാസ് മാറാം, പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ മാറാം. അപ്പോൾ ഒരു സിസ്റ്റത്തിന് വേറൊരു സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഡേറ്റാസ് സ്റ്റോർ ആയിരിക്കുന്നത്, ഏത് സോഫ്റ്റ്വെയർ ആണ്, ഇതൊന്നും അറിയത്തില്ല. അതാണ് ഹെറ്ററോജീനിയസ്. അപ്പോൾ ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻസ് ഇതാണ്. ആൻഡ് ഇത് നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യനിലും വരാൻ ചാൻസ് ഉണ്ട്, ആൻഡ് SI ടൈപ്പിലും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ഷോർട്ട് ആൻസേഴ്സിലും വരാൻ ചാൻസ് ഉണ്ട്, ലോങ് ആൻസേഴ്സിലും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഷോർട്ട് ആൻസേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സാമ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതിയായിരിക്കും. ഓക്കെ, ഇനിയുള്ളത് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ സ്റ്റോറേജ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ്സ് ആണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിലുള്ള ഫസ്റ്റ് മെത്തേഡാണ് റെപ്ലിക്കേഷൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഈ റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ സിസ്റ്റത്തിലും എല്ലാ സൈറ്റിലും ഒരു ഡേറ്റാബേസ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിലേഷൻ നമ്മൾ ഡേറ്റാസിനെ ടേബിൾ ഫോമാറ്റിലല്ലേ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ കോപ്പീസ് എല്ലാ സൈറ്റിലും കാണും. അതാണ് റെപ്ലിക്കേഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ദ സിസ്റ്റം മെയിൻറ്റെയിൻസ് സെവറൽ ഐഡന്റിക്കൽ കോപ്പീസ് ഓഫ് ദ റിലേഷൻ ആൻഡ് സ്റ്റോർസ് ഈച്ച് റെപ്ലിക്ക എന്ന് പറയുന്നത് കോപ്പിയാണ് അറ്റ് ഡിഫറെൻറ്റ് സൈറ്റ്. The alternative to replication is to store only one copy of relation. അപ്പോൾ ഓരോ സൈറ്റിലും ഒരു റിലേഷൻ്റെ കോപ്പി ഉണ്ടായിരിക്കും. അതാണ് റെപ്ലിക്കേഷൻ. ഇനിയുള്ള സെക്കൻഡ് മെത്തേഡ് ആണ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു റിലേഷനെ തന്നെ ഡിവൈഡ് ചെയ്യും, ഡിഫറെൻറ്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാർട്ടിനെയും ഓരോ ഫ്രാഗ്മെന്റ്സിനെയും ഓരോ സൈറ്റിൽ സ്റ്റോർ ചെയ്യും. അതാണ് ഫ്രാഗ്മെന്റേഷൻ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് വെക്കാം. ഫോർ എക്സാമ്പിൾ, ഈ റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ ആണെന്ന് വെക്കാം. അതിൽ സ്റ്റുഡൻറ്റ് റോൾ നമ്പർ, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ നെയിം, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്സ്, പിന്നെ സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്സ് ഉണ്ടെന്ന് വെക്കാം.
അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ റോ വൈസ് സ്പ്ലിറ്റ് ചെയ്യാം, കോളം വൈസും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ റോൾ നമ്പർ പിന്നെ ഈ നെയിം മാത്രമായിട്ട് എനിക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. ഈ ടേബിളിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു ഇതിൽ റോൾ നമ്പർ ആൻഡ് നെയിം വരുന്നത് പോലെ സ്പ്ലിറ്റ് ചെയ്യാം, വേറൊരു ഇതിൽ റോൾ നമ്പർ അഡ്രസ്സ് വരാം, പിന്നെ വേറൊരു ഇതിൽ റോൾ നമ്പർ ആൻഡ് മാർക്സ് വരുന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാം. ഇതിൽ റോൾ നമ്പർ എല്ലാത്തിലും എടുക്കുന്നതിൻ്റെ റീസൺ ഒരു പ്രൈമറി കീ എങ്കിലും വേണം, സോ ദാറ്റ് വി ക്യാൻ ജോയിൻ ഇറ്റ് ലേറ്റർ. നമുക്ക് യൂണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം അല്ലെങ്കിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ റോൾ നമ്പർ വെച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും, പ്രൈമറി കീ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ ഒരു വേ ഇങ്ങനെ ഫ്രാഗ്മെന്റ് ചെയ്യുന്നതാണ്. ഇനി വേറൊരു വേ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് ഓരോ ഈ ടപ്പിൾസ് ഓരോ റോസ് വെച്ചിട്ട് നമുക്ക് ഫ്രാഗ്മെന്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്യാം. ഇതിലിപ്പോൾ അഡ്രസ്സ് യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രിവാൻഡ്രത്തിലുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു സൈറ്റിൽ വെക്കാം, എറണാകുളത്തുള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വേറൊരു സൈറ്റിൽ വെക്കാം. അങ്ങനെ കണ്ടീഷൻ ബേസ്ഡ് വെക്കാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ എബോവ് 90 മാർക്സ് ഉള്ള സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഒരു സൈറ്റിൽ വെക്കാം, എബോവ് 80 ഉള്ളത് വേറൊരു സൈറ്റിൽ വെക്കാം. ഇങ്ങനെ നമുക്ക് കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാ സ്റ്റോറേജ്. നമുക്ക് രണ്ട് ടൈപ്പിലാണ് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് റെപ്ലിക്കേഷൻ, വേറൊന്ന് ഫ്രാഗ്മെന്റേഷൻ. ഇനി ഈ ഫ്രാഗ്മെന്റേഷനും റെപ്ലിക്കേഷനും ഈ രണ്ട് കോൺസെപ്റ്റ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. അതെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു റിലേഷനെ ഫ്രാഗ്മെന്റ് ചെയ്യും, അതായത് ഡിഫറെൻറ്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഫ്രാഗ്മെന്റ്സിനെയും കോപ്പി എടുത്ത് ഡിഫറെൻറ്റ് സൈറ്റ്സിൽ കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കമ്പൈൻ ചെയ്തിട്ടും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റ സ്റ്റോറേജിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ റെപ്ലിക്കേഷൻ, ഫ്രാഗ്മെന്റേഷൻ എഴുതാം. പിന്നെ ഇതിപ്പോൾ എസ് എ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണം. അപ്പോൾ ഡേറ്റ റെപ്ലിക്കേഷൻ എന്താണെന്ന് പറയാം. ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കുറച്ച് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു റിലേഷൻ ആർ ഉണ്ട് എങ്കിൽ, റിലേഷൻ എന്ന് പറയുന്നത് ഒരു ടേബിൾ ആണ്, ടേബിൾ ഉണ്ടെങ്കിൽ അത് കോപ്പി എടുത്തിട്ട് നമുക്ക് 2 or more സൈറ്റ്സിലോട്ട് വെക്കാം. ഫോർ എക്സാമ്പിൾ ഇതൊരു സൈറ്റ്, ഇതൊരു സൈറ്റ്, ഇതൊരു സൈറ്റ്. ഇപ്പോൾ ഈ നെറ്റ്വർക്കിൽ 3 സൈറ്റ് ആണ് ഉള്ളതെന്ന് വെക്കാം. നമുക്കൊരു റിലേഷൻ ഉണ്ട് ആർ, ടേബിൾ ആണ്. അപ്പോൾ ഈ ടേബിളിന്റെ കോപ്പി എടുക്കുവാണ്. കോപ്പി എടുത്തിട്ട് R1 ഈ ഒരു സൈറ്റിൽ വെക്കുന്നു, വേറൊരു കോപ്പി എടുത്തിട്ട് R2 ഈ സൈറ്റിൽ വെക്കുന്നു, വേറൊരു കോപ്പി ഇതിൽ വെക്കുന്നു. അങ്ങനെ നമുക്ക് കോപ്പി എടുത്തിട്ട് 2 or more സൈറ്റ്സിൽ വെക്കാൻ പറ്റും. ഇതാണ് സിമ്പിൾ വേർഡ്സിൽ പറയണമെങ്കിൽ ഡേറ്റ റെപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവൈലബിലിറ്റി ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സൈറ്റ് ഫെയിൽ ആയാലും നമുക്ക് ഡേറ്റാസിനെ വേറൊരു സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും, ബിക്കോസ് എല്ലാത്തിലും നമ്മൾ സെയിം കോപ്പിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ 5 സൈറ്റ്സ് ഉണ്ടെന്ന് വെക്കാം. 5 സൈറ്റ്സ് എന്ന് പറയുമ്പോൾ 5 ഡിവൈസസ് ആണ്. സപ്പോസ് ഈ ഒരു സൈറ്റ് എനിക്ക് ഫെയിൽ ആയി എന്ന് വെക്കാം. ഈ സൈറ്റ് ഫെയിൽ ആയാലും ഈ ഒരു സൈറ്റിൽ നിന്ന് എനിക്ക് ഡേറ്റാനെ എടുക്കാൻ പറ്റും, ബിക്കോസ് സെയിം കോപ്പിയാണ് നമ്മൾ എല്ലാത്തിലും വെച്ചേക്കുന്നത്. അപ്പോൾ അതാണ് അവൈലബിലിറ്റിയിൽ പറയുന്നത്, ഇതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇഫ് വൺ ഓഫ് ദ സൈറ്റ്സ് കണ്ടെയ്നിങ് റിലേഷൻ ആർ ഫെയിൽസ്, then the relation R can be found in another site. Thus the system can continue to process queries involving R despite the failure of one site. ഒരു സൈറ്റ് ഫെയിൽ ആയാലും വേറൊരു സൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും. അതാണ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഡയഗ്രാം ഒക്കെ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡയഗ്രാം ഒക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇൻക്രീസ്ഡ് പാരലലിസം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് സൈറ്റ്സിലാണ് നമ്മൾ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ. ഇപ്പം ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് സൈറ്റ്സിലാണ് നമ്മൾ കോപ്പീസിനെ സ്റ്റോർ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു സൈറ്റ്, ഇതൊരു സൈറ്റ്, ഇതൊരു സൈറ്റ്, ഇതൊരു സൈറ്റ്, ഇങ്ങനെ ഡിഫറെൻറ്റ് സൈറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് 2 യൂസേഴ്സ് ഉണ്ടെന്ന് വെക്കാം. 2 യൂസേഴ്സ് സെയിം ഡേറ്റാസിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ സപ്പോസ് ഇതിൽ കോപ്പീസ് ഒന്നുമില്ല, ഈ ഒരു ഇതിൽ മാത്രമാണ് ഉള്ളതെന്ന് വെക്കാം. അപ്പോൾ 2 യൂസേഴ്സ് ഇത് തന്നെ എടുക്കാൻ വരുമ്പോൾ അവിടെ കുറച്ച് ടൈം എടുക്കും. ഒരു യൂസർ അത് ആക്സസ് ചെയ്താൽ വേറൊരു യൂസർ ആക്സസ് ചെയ്യാൻ അത് ടൈം എടുക്കും. സപ്പോസ് നമ്മളിപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് ഈ എല്ലാ സൈറ്റിലും അതിൻ്റെ കോപ്പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റം, ഫോർ എക്സാമ്പിൾ R1 ഒരു യൂസർ എടുക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ വേറൊരു യൂസർ എടുക്കുന്നത് വേറെ സിസ്റ്റത്തിൽ നിന്നായിരിക്കും. അപ്പോൾ നമുക്ക് പാരലലി CPUs വർക്ക് ആവും ആൻഡ് പാരലലി നമുക്ക് ക്വയറീസും പ്രോസസ്സ് ചെയ്യാനും പറ്റും. അതാണ് പാരലലിസം. നമ്മളിങ്ങനെ കോപ്പീസ് ഒക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് 2 യൂസേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ 2 യൂസേഴ്സ് സെയിം ഡേറ്റ ആക്സസ് ചെയ്താൽ നമുക്ക് പാരലലി എല്ലാ സൈറ്റിലും ആ ഒരു പ്രോസസ്സ് നടക്കും. അപ്പോൾ യൂസേഴ്സിന് പെട്ടെന്ന് അതിനെ ആക്സസ് ചെയ്യാനും പറ്റും. വെയിറ്റിംഗ് ക്യൂ ഒന്നും ഇതിൽ കാണൂല.
അതാണ് ഇൻക്രീസ്ഡ് പാരലലിസം ആൻഡ് ഇതും ഒരു അഡ്വാൻറ്റേജ് ആണ്. In case where the majority of accesses to the relation R result in only the reading of the relation, then several sites can process queries involving R in parallel. The more replicas of R are there, the greater the chance that the needed data will be found in the site where the transaction is executing. ഇനിയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ഓവർ ഹെഡ് ഓൺ അപ്ഡേറ്റ് ആണ്. ഇപ്പം നമ്മളുടെ ഒരു റിലേഷൻ ആർ തന്നെ ഡിഫറെൻറ്റ് സൈറ്റ്സിലാണ് ഉള്ളത്. അപ്പം നമുക്ക് ഒരു റിലേഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു എൻഷുർ ദാറ്റ് എല്ലാ സൈറ്റ്സിലും ആ റിലേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്താൽ എല്ലാ സൈറ്റിലും അപ്ഡേറ്റ് ആവുന്നുണ്ടോ എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. അതാണ് ഇൻക്രീസ്ഡ് ഓവർ ഹെഡ് ഓൺ അപ്ഡേറ്റ്. സപ്പോസ് 2 സൈറ്റിൽ അപ്ഡേറ്റ് ആയി ബാക്കി സൈറ്റിൽ അപ്ഡേറ്റ് ആയില്ല എങ്കിൽ അവിടെ കൺസിസ്റ്റൻസി പോവും. അപ്പോൾ എറർ വരാനുള്ള ചാൻസസ് ഉണ്ട്. എറർ എന്ന് പറയുമ്പോൾ മിസ്റ്റേക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ കെയർഫുൾ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ സൈറ്റിലും അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഇനിയുള്ളത് ഡേറ്റ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഫ്രാഗ്മെൻറ്റേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ബട്ട് കോൺസെപ്റ്റ് ഒക്കെ സിമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺസെപ്റ്റ് പിടികിട്ടിയെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എക്സാംസിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു റിലേഷൻ ആർ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ R1, R2 അങ്ങനെ n നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഫ്രാഗ്മെൻറ്റ്സിലെല്ലാം നമ്മളിപ്പോൾ സപ്പോസ് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ യൂസർ ഈ റിലേഷൻ ആക്സസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് ഒറിജിനൽ ടേബിൾ ആക്കും. എന്നിട്ടായിരിക്കും യൂസേഴ്സിന് അത് കൊടുക്കുന്നത്. ഇനി ഈ ഫ്രാഗ്മെൻറ്റേഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സിലാണുള്ളത്. ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ. ഇതാണ് നമ്മളിങ്ങനെ റോ വൈസും ഡിവൈഡ് ചെയ്യാൻ പറ്റും, കോളം വൈസും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രാഗ്മെൻറ്റേഷനിൽ പറയുന്നത്. ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് സ്പ്ലിറ്റ്സ് ദ റിലേഷൻ ബൈ അസൈനിങ് ഈച്ച് ടപ്പിൾ ഓഫ് ആർ ടു വൺ ഓർ മോർ ഫ്രാഗ്മെൻറ്റ്സ്. വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ. ടപ്പിൾ വൈസ് ഡിവൈഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ. ആൻഡ് റിലേഷൻ ആറിന് വേറൊരു സ്മോൾ റിലേഷൻ ആയിട്ട് നമ്മൾ കോളം വൈസ് ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ടേബിൾ വരയ്ക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ടപ്പിൾ വൈസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം കണ്ടീഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ കോളം വൈസും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടേബിൾ വരച്ചിട്ട് ഇങ്ങനെ ടപ്പിൾ വൈസ് ആൻഡ് കോളം വൈസ് അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ ഇങ്ങനെ കോളം വൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഫ്രാഗ്മെൻറ്റിലും പ്രൈമറി കീ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്. ബിക്കോസ് നമ്മൾ അത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പ്രൈമറി കീ വേണം. സോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇൻ ഹൊറിസോണ്ടൽ ഫ്രാഗ്മെൻറ്റേഷൻ എ റിലേഷൻ ആർ ഇസ് പാർട്ടീഷൻഡ് ഇൻ ടു എ നമ്പർ ഓഫ് സബ്സെറ്റ്സ് R1, R2, etc. Rn. Each tuple of relation R must belong to at least one of the fragments so that the original relation can be reconstructed if needed. നമുക്കിപ്പോൾ ഒരു 10 റോസ് ഉണ്ടെങ്കിൽ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 10 റോസിൽ എല്ലാ റോസും തന്നെ ഏതെങ്കിലും ഒരു ഫ്രാഗ്മെൻറ്റേഷനിൽ എങ്കിലും വന്നിരിക്കണം. എന്നാലേ നമ്മളിത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ടേബിൾ തിരിച്ച് കിട്ടത്തുള്ളൂ. ആൻഡ് ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ടപ്പിൾസ് ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തേക്കുന്നത്. അക്കൗണ്ട് 1 എന്ന് പറയുന്നത് ബ്രാഞ്ച് നെയിം ആണ്. ബ്രാഞ്ച് നെയിം ഈക്വൽ ടു ഹിൽ സൈഡ് ഉള്ളതൊക്കെ നമ്മൾ ഒരു റിലേഷൻ ആക്കി എടുത്തേക്കുന്നു. പിന്നെ ബ്രാഞ്ച് നെയിം വാല്യൂ വ്യൂ ഉള്ളതൊക്കെ നമ്മൾ വേറൊരു സൈഡാക്കി എടുത്തേക്കുന്നു. ലൈക്ക് വേറൊരു റിലേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കുന്നു. ഇതാണ് ഇതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ എക്സാമ്പിളും കൂടി നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും. അപ്പോൾ ഈ PDF ഞാൻ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറി ഡൗൺലോഡ് ചെയ്യാം. ഇനി വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ കോളം വൈസ് ഡിവൈഡ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം, ഏജ്, പിന്നെ റോൾ നമ്പർ ഉണ്ടെന്ന് വെക്കാം. അതിൽ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും ഏജും ഒരു ഫ്രാഗ്മെൻ്റ് ആക്കാം. പിന്നെ റോൾ നമ്പറും നെയിമും വേറൊരു ഫ്രാഗ്മെൻ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിനെ വെർട്ടിക്കൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ. അപ്പോൾ ഇതിലുള്ള ഓരോ റിലേഷനെയും യൂണിയൻ ചെയ്യുമ്പോൾ നമുക്ക് ഒറിജിനൽ റിലേഷൻ തിരിച്ചു കിട്ടും.
ഇനിയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ വർക്ക് ചെയ്യുന്ന യൂസേഴ്സിന് ഡേറ്റാസ് എങ്ങനെയാണ് സ്പ്ലിറ്റ് ആയേക്കുന്നത്, ഏതൊക്കെ സൈറ്റ്സിൽ ഏതൊക്കെ ഡേറ്റാസ് ഉണ്ട്, അവരിതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, ഇതിൻ്റെ നോളജ് ഒന്നും അവർക്ക് വേണ്ടി വരില്ല. അതിനെയാണ് നമ്മൾ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. The user of a distributed database system should not be required to know where the data are physically located nor how the data can be accessed at the specific local site. ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ എങ്ങനെയാണ് ഫിസിക്കലി ഡേറ്റാസ് സ്റ്റോർ ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ഏത് സ്പെസിഫിക് ആയിട്ടുള്ള സൈറ്റിൽ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത് എന്നൊന്നും യൂസേഴ്സിന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ആൻഡ് ഈ ഡേറ്റ ട്രാൻസ്പെറൻസി ഡിഫറെൻറ്റ് ഫോംസിലാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഫ്രാഗ്മെന്റേഷൻ ട്രാൻസ്പെറൻസി ആണ്. ഇതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റിലേഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നുള്ളത് യൂസേഴ്സിന് റിക്വയർഡ് അല്ല. അതിനെയാണ് നമ്മൾ ഫ്രാഗ്മെന്റേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇനി അതേപോലെ റെപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി ഉണ്ട്. റെപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് ഒരു ഡേറ്റ അവർക്ക് വ്യൂ ചെയ്യാൻ പറ്റും, ലോജിക്കലി യുണീക്ക് ആയിരിക്കും. റെപ്ലിക്കേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു കോപ്പി തന്നെ മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ വെക്കും. അപ്പോൾ ഈ യൂസേഴ്സിന് എങ്ങനെയാണ് ഈ ഡേറ്റാസ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നത്, ഓർ അവർക്ക് ഏത് റെപ്ലിക്കേറ്റഡ് ഡേറ്റ ആണ് കിട്ടിയേക്കുന്നത്, ഏത് സൈറ്റിലുള്ള ഡേറ്റ ആണ് കിട്ടിയേക്കുന്നത് എന്ന് ആ ഒരു നോളജ് അവർക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ലൊക്കേഷൻ ട്രാൻസ്പെറൻസി ഉണ്ട്. ലൊക്കേഷൻ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ യൂസേഴ്സിന് ഫിസിക്കലി ആ ഡേറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത് എന്ന് അറിയണ്ട. അതാണ് ലൊക്കേഷൻ ട്രാൻസ്പെറൻസി. The distributed database system should be able to find any data as long as the data identifier is supplied by the user transaction. അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ ആവശ്യമുള്ള ഡേറ്റാസ് നമുക്ക് കിട്ടും. അപ്പോൾ യൂസേഴ്സിന് ആ ഒരു ഡേറ്റ ഏത് ലൊക്കേഷനിലാണ് ഉള്ളത് എന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനെയാണ് ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ലൈക്ക് യൂസേഴ്സിന് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഈ ഡേറ്റാസ് എങ്ങനെയാണ് സ്റ്റോർ ആയേക്കുന്നത്, എവിടെയാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്, പിന്നെന്താ ഹൗ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ നമ്മൾ ഇതൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. യൂസേഴ്സിന് ഇതൊന്നും അറിയില്ല. ബട്ട് യൂസേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് സിംഗിൾ സിസ്റ്റത്തിൽ നിന്ന് എടുത്തതുപോലെ ആയിരിക്കും അവർക്ക് കിട്ടുന്ന ഒരു ഫീൽ. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ആൻഡ് അതിൽ വരുന്ന ട്രാൻസ്പെറൻസീസ്. ഇനി നമുക്ക് ഡേറ്റ ഐറ്റംസ്, ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ഒരു ഡേറ്റ ടേബിൾ എടുക്കാം. അതേപോലെ ഒരു ടേബിളിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഫ്രാഗ്മെന്റ്സ് ആക്കി വെക്കും. പിന്നെ അതേപോലെ റെപ്ലിക്കാസ് ഒക്കെ എടുത്ത് വെക്കൂലേ. അപ്പോൾ അതിനൊക്കെ യുണീക്ക് ആയിട്ടുള്ള നെയിംസ് വേണം. നമ്മൾ സെൻട്രലൈസ്ഡ് ഡേറ്റാബേസ് ആണെങ്കിൽ ഒരു റിലേഷൻ വേറൊരു റിലേഷൻ, രണ്ട് റിലേഷൻസിന് സെയിം നെയിം വരാൻ പാടില്ല, യുണീക്ക് നെയിംസ് ആയിരിക്കണം. ഈ ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ ഫോളോ ചെയ്യത്തില്ലേ. അതേപോലെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ. ബട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ് കുറേ സൈറ്റ്സ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയാണ് ഇരിക്കുന്നത്. ലൈക്ക് കുറേ സൈറ്റ്സിൽ ഇത് സ്പ്രെഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സൈറ്റ്സിലും രണ്ട് സൈറ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിലേഷന് സെയിം നെയിം യൂസ് ചെയ്യാൻ പാടില്ല. അതിന് നമ്മൾ എൻഷുർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ, അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതിനെ ഒരു നെറ്റ്വർക്ക് ആയിട്ട് എടുക്കാം. ഇതിലാണ് നമ്മളുടെ ഡേറ്റാബേസ് സ്പ്രെഡ് ആയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു സൈറ്റിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ്റെ പേരെന്ന് പറയുമ്പോൾ സ്റ്റുഡൻ്റ് ആണെന്ന് വെക്കാം. ഈ ഒരു റിലേഷനിൽ വേറെ ഫോർ എക്സാമ്പിൾ എംപ്ലോയേഴ്സിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സൈറ്റിലുള്ളത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസ് ആണ്. ഇതിൽ സ്റ്റുഡൻറ് ടേബിൾ ആണുള്ളത്, ഈ ഒരു ഇതിൽ എംപ്ലോയേഴ്സ് ടേബിൾ ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൽ ഈ രണ്ട് ഡിഫറെൻറ്റ് ടേബിൾസിന് ഡിഫറെൻറ്റ് നെയിം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇത് രണ്ടിനെയും നമ്മൾ ഈ ഒരു സൈറ്റിൽ ഈ സ്റ്റുഡൻറ് ടേബിളിനെ പീപ്പിൾ എന്നും ഈ സൈറ്റിൽ എംപ്ലോയർ ടേബിളിനെ പീപ്പിൾ എന്നും വിളിക്കാൻ പാടില്ല. ബിക്കോസ് ഇത് രണ്ടും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസ് ആണ്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേബിൾസ് ഉണ്ടെങ്കിൽ അതിന് രണ്ട് ഡിഫറെൻറ്റ് നെയിംസ് തന്നെ വേണം, സെയിം നെയിം വരാൻ പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. In a distributed database, we must take care to ensure that
two sites do not use the same name for distinct data items. ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസിന് സെയിം നെയിം യൂസ് ചെയ്യാൻ പാടില്ല രണ്ട് സൈറ്റ്സ്. അത് നമ്മൾ എൻഷുർ ചെയ്യണം ഇൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസ്. ഇനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, ബിക്കോസ് നമുക്കറിയില്ലല്ലോ വേറെ സൈറ്റിൽ ഈ ടേബിളിൻ്റെ പേര് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെൻട്രൽ നെയിം സെർവറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സെൻട്രൽ നെയിം സെർവർ വെച്ചിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും ഡിഫറെൻറ്റ് ഡേറ്റ ഐറ്റംസിന് ഡിഫറെൻറ്റ് നെയിംസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ നെയിമിങ്ങിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് സെൻട്രൽ നെയിം സെർവർ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇനിയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻസ് എന്താണെന്ന് ഓൾറെഡി ഒരു മൊഡ്യൂളിൽ തന്നെ പഠിച്ചു കാണും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ആൻഡ് ഇതിൽ നമ്മൾ ആസിഡ് പ്രോപ്പർട്ടീസിനെ പ്രിസർവ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് നോർമൽ ട്രാൻസാക്ഷനിൽ ആസിഡ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിലും എൻഷുർ ചെയ്യണം. ആൻഡ് ആസിഡിൻ്റെ ഫുൾ ഫോം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. A for atomic, C for consistency, I for isolation and D for durability. Access to the various data items in a distributed system is usually accomplished through transactions, which must preserve their acid properties. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഡേറ്റാബേസിൽ നമ്മൾ ഡേറ്റ ഐറ്റംസ് അതൊക്കെ ആക്സസ് ചെയ്യുന്നതും പിന്നെ സെൻഡ് ചെയ്യുന്നതൊക്കെ ട്രാൻസാക്ഷൻ ത്രൂ ആണ്. ആൻഡ് ഇതിൽ ആസിഡ് പ്രോപ്പർട്ടീസ് എൻഷുർ ചെയ്യണം. ആൻഡ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് ലോക്കൽ ട്രാൻസാക്ഷൻസ് ആണ്, പിന്നെ ഒരെണ്ണം ഗ്ലോബൽ ട്രാൻസാക്ഷൻസ് ആണ്. ലോക്കൽ ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ലോക്കൽ ഡേറ്റാബേസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്, ആക്സസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ലോക്കൽ ട്രാൻസാക്ഷൻ. അതേപോലെ ഗ്ലോബൽ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഡിസ്ട്രിബ്യൂട്ടഡ് സൈറ്റിൽ നിന്ന് ഡേറ്റാസ് ആക്സസ് ചെയ്യുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഗ്ലോബലി ഉള്ള ട്രാൻസാക്ഷൻ. ഇനി ഇതിൻ്റെ സിസ്റ്റം സ്ട്രക്ചർ നോക്കാം. ഓരോ സൈറ്റിനും അതിൻ്റെതായ ലോക്കൽ ട്രാൻസാക്ഷൻ മാനേജർ കാണും. ആൻഡ് ലോക്കൽ ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആസിഡ് പ്രോപ്പർട്ടീസ് എല്ലാം ആ ഒരു ട്രാൻസാക്ഷൻസ് ആസിഡ് പ്രോപ്പർട്ടീസ് എൻഷുർ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ലോക്കൽ ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ വർക്ക്. ദ വേരിയസ് ട്രാൻസാക്ഷൻ മാനേജർ കോപ്പറേറ്റ് ടു എക്സിക്യൂട്ട് ഗ്ലോബൽ ട്രാൻസാക്ഷൻസ്. ഓരോ സൈറ്റിനും ലോക്കലായിട്ട് ഒരു ട്രാൻസാക്ഷൻ മാനേജർ കാണും. ആൻഡ് ആ ലോക്കൽ ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ആസിഡ് പ്രോപ്പർട്ടീസിനെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യാനാണ്. ഇനി ഗ്ലോബൽ ട്രാൻസാക്ഷൻസിൽ ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻ മാനേജേഴ്സ് കോപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സൈറ്റ് എടുക്കുമ്പോൾ അതിൽ രണ്ട് സബ് സിസ്റ്റമാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മാനേജർ ആണ്. ട്രാൻസാക്ഷൻ മാനേജർ ആണ് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസിൻ്റെ എക്സിക്യൂഷൻസ് എല്ലാം മാനേജ് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ മാനേജർ. ഇനി അതേപോലെ ട്രാൻസാക്ഷൻ കോർഡിനേറ്റർ ഉണ്ട്. ട്രാൻസാക്ഷൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻ എക്സിക്യൂഷൻ മാനേജ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ മാനേജർ ആണ്. ആൻഡ് ആ ഒരു എക്സിക്യൂഷൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ട്രാൻസാക്ഷൻ കോർഡിനേറ്റർ ആണ്, ബോത്ത് ലോക്കലി ആൻഡ് ഗ്ലോബലി. ഇനി ഓരോ ട്രാൻസാക്ഷൻ മാനേജറും റെസ്പോൺസിബിൾ ഫോർ മെയിൻറ്റെയിനിങ് എ ലോഗ് ഫോർ റിക്കവറി പർപ്പസ്. നമ്മൾ ട്രാൻസാക്ഷനിൽ തന്നെ പറഞ്ഞു ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ലോഗ് ടേബിളിൽ സ്റ്റോർ ആവുമെന്ന്. അപ്പോൾ ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സോ ദാറ്റ് ഒരു ഫെയിലിയർ ആയാലും നമുക്ക് ഡേറ്റാസിനെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റും. പിന്നെ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആൻ അപ്രോപ്രിയേറ്റ് കൺകറൻസി കൺട്രോൾ സ്കീം ടു കോർഡിനേറ്റ് കൺകറന്റ് എക്സിക്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ കൺകറൻസി കൺട്രോൾ സ്കീമും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ ട്രാൻസാക്ഷൻ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി കോർഡിനേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് നോക്കാം. കോർഡിനേറ്റർ ആണ് ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിൾ. പിന്നെ അതേപോലെ ബ്രേക്കിംഗ് ദ ട്രാൻസാക്ഷൻ ഇൻ ടു എ നമ്പർ ഓഫ് സബ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദി
these sub-transactions to the appropriate sites for execution. അപ്പോൾ കോർഡിനേറ്ററിൻ്റെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷനെ തന്നെ സബായിട്ട് ഡിവൈഡ് ചെയ്യും. ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സൈറ്റിലും ഡിവൈഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ട്രാൻസാക്ഷനെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ കോർഡിനേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വിച്ച് മേ റിസൾട്ട് ഇൻ ട്രാൻസാക്ഷൻ ബീങ് കമ്മിറ്റഡ് അറ്റ് ഓൾ സൈറ്റ്സ് ഓർ അബോർട്ടഡ്. ഒന്ന് കമ്മിറ്റഡ് ആയിരിക്കണം അല്ലെങ്കിൽ അബോർട്ടഡ് ആയിരിക്കണം എല്ലാ സൈറ്റ്സിലും. അപ്പോൾ ഇതൊക്കെയാണ് കോർഡിനേറ്ററിനും മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ ഇത് ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം. ഇനി സിസ്റ്റം ഫെയിലിയർ മോഡ്സ് ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലും സിസ്റ്റം ഫെയിലിയർ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എങ്ങനത്തെ ഫെയിലിയർ ആയിരിക്കും എന്ന് നോക്കാം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലും നമ്മളുടെ ലോക്കൽ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിൽ എങ്ങനെയാണോ ഫെയിലിയേഴ്സ് വരുന്നത് ആ സെയിം ടൈപ്പ് ഓഫ് ഫെയിലിയേഴ്സ് തന്നെ ഇതിലും വരാം. അപ്പോൾ ഫസ്റ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് ഫെയിലിയർ ഓഫ് സൈറ്റ് ആണ്. പിന്നെ നമുക്ക് മെസ്സേജ് ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നെറ്റ്വർക്ക് ആണെങ്കിൽ അതിന് കമ്മ്യൂണിക്കേഷൻ ലിങ്ക് കാണുമല്ലോ, ആ കമ്മ്യൂണിക്കേഷൻ ലിങ്ക് ഫെയിലിയർ ആയാലും നമുക്ക് ഈ സിസ്റ്റം തന്നെ ഫെയിൽ ആവും. പിന്നെ നെറ്റ്വർക്ക് പാർട്ടീഷൻ വന്നാലും സിസ്റ്റം ഫെയിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ പാർട്ട് 1. ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.